ഹായ് കൂട്ടുകാരെ, യെസ് ബാങ്കിൽ 2-3 ദിവസമായിട്ട് നല്ല എന്താണ് താഴേക്കുള്ള ട്രെൻഡായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ താഴേക്കുള്ളൊരു ട്രെൻഡായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇടയ്ക്ക് രണ്ട് ഭാഗത്ത് വെച്ചിട്ട് അവർ തിരിച്ച് കയറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നെല്ലാം അതെല്ലാം എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴേക്ക് പോകുന്നൊരു ടെൻഡൻസി ആയിരുന്നു കണ്ടിരുന്നത്. ഏകദേശം 23.40 ആ ഒരു റേഞ്ചിലൊക്കെ ഒരു സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. പിന്നെ 2-ാം തീയതി അവസാനത്തെ ക്യാൻഡിലൊക്കെ നല്ല രീതിയിൽ മുകളിലേക്ക് പോയതായിട്ട് കണ്ടു. നല്ല രീതിയിൽ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ നേരെ പകുതിയെങ്കിലും എത്തുമെന്നുള്ളത് നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2-ാം തീയതി അവസാനം തന്നെ അത് തിരിച്ചിറങ്ങുന്നതും നമ്മൾ കണ്ടതാണ്. എന്നിട്ട് തിരിച്ച് വീണ്ടും മുകളിലേക്ക് കയറുന്നതായിട്ട് കണ്ടു. 3-ാം തീയതി അതൊരു സൈഡ് വേസ് എന്നുള്ള രീതിയിൽ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ 3-ാം തീയതി അവസാനമായപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, താഴേക്ക് വീണ്ടും തിരിച്ചിറങ്ങുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്, അല്ലേ? അപ്പോൾ ഇവിടെ ആണ് ഞാനൊരു സംഭവം കണ്ടത്. അതായത് ക്യാൻഡിൽ ഇതിപ്പോൾ 4 ക്യാൻഡിലുണ്ട്. 4 ക്യാൻഡിലും എന്ത് തന്നെയാണ്, റെഡ് ക്യാൻഡിൽ തന്നെയാണ്, അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് താഴോട്ട് ഇങ്ങനെ റെഡ് ക്യാൻഡിൽസ് തന്നെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ എപ്പോഴെങ്കിലും രൂപപ്പെടും, അല്ലേ? അങ്ങനെ രൂപപ്പെട്ട് ആ ഗ്രീൻ ക്യാൻഡിൽ ഫുള്ളാകാൻ നമ്മൾ സമ്മതിക്കുക. ഫുള്ളാകാൻ സമ്മതിച്ചതിന് ശേഷം വീണ്ടും അടുത്ത ഗ്രീൻ ക്യാൻഡിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ അവിടെ ആ ഒരു ചാൻസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ തിരിച്ച് കയറി വരുവാണെങ്കിൽ അത് അതിൻ്റെ പകുതി വരെയും വന്നേക്കാം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഇവിടെ 3-ാം തീയതി അവസാനത്തെ റെഡ് ക്യാൻഡിൽസ് അതേപോലെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പകുതിയിലേക്കോ അടുത്തത്, അതായത് 4-ാം തീയതി ഫസ്റ്റ് ക്യാൻഡിൽ എന്താണ്, ഗ്രീൻ ക്യാൻഡിലാണ്. സെക്കൻഡ് ക്യാൻഡിലും ഗ്രീൻ ക്യാൻഡിലാണ്. അപ്പോഴൊക്കെ നമ്മൾ അത് പക്ഷേ ആ ഒരു റെഡ് ക്യാൻഡിൽസിനെ കാട്ടിൽ ഒത്തിരി താഴെയാണ് കിടക്കുന്നത്, അല്ലേ? ഗ്യാപ്പ് ഡൗൺ എന്നൊക്കെ വേണം പറയാം. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ പകുതി വരെ കയറി വരേണ്ടതാണ്, ശരിയല്ലേ? പക്ഷെ അങ്ങനെ കയറി വന്നില്ല. അതിൻ്റെ റീസണാണ് നമ്മൾ കുറച്ചൊന്ന് മനസ്സിലാക്കണം. അപ്പം എന്തെങ്കിലും റീസൺ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് ഇടുക. ഓക്കെ, ഇവിടെ നല്ല രീതിയിലൊരു വീഴ്ച താഴേക്ക് വീണു. അതുകൂടാതെ തൊട്ടടുത്ത ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ പോലും അതിന് എവിടേക്ക് വരാൻ സാധിച്ചിട്ടില്ല, ഇതിൻ്റെ പകുതിയിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല. അപ്പം ഇനി വരുന്ന ഏതെങ്കിലും ദിവസങ്ങളിൽ ഇത് ഈ പകുതി വന്ന് ടച്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ടച്ച് ചെയ്യുവാണെങ്കിൽ തന്നെ ദാണ്ട് ഈ ഏരിയ 23.70 ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? ഈ ഒരു ഏരിയ. അപ്പോൾ ആ ഒരു ഏരിയ അവിടേക്ക് വരാനുള്ള സാധ്യത, അവിടെ ഒന്ന് ടച്ച് ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ പകുതിയൊക്കെ വന്ന് ടച്ച് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. എന്തായാലും ഇത് ഒരു നമ്മൾ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് സംഭവിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് നോട്ട് ചെയ്യേണ്ട ഏരിയ ആണ്. താഴേക്ക് വന്നുവെങ്കിലും തൊട്ടടുത്തത് ഗ്രീൻ ക്യാൻഡിലായിരുന്നു 2 പക്ഷേ എന്നിട്ടും ഇത് എന്ത് ചെയ്തിട്ടില്ല, ഇതിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് തിരിച്ച് വന്നിട്ടില്ല. ഓക്കെ, മിക്കവാറും നമ്മൾ കണ്ടിട്ടുള്ളത് അതേ ദിവസം തന്നെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലോ വന്ന് ടച്ച് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. അതിൻ്റെ ഒരു റീസൺ നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണത് വരാഞ്ഞത് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഒരു കൃത്യമായിട്ടൊരു ഇത് തിരിച്ചിവിടെ വരും എന്നേ പറയാനൊക്കെ ഉള്ളൂ. പക്ഷെ അതെപ്പോൾ വരും, എങ്ങനെ വരും എന്നുള്ളത് കുറിച്ചൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ ആണെങ്കിൽ ക്യാൻഡിൽ എന്ന് വിളിക്കാനില്ല, അവരുടെ ഡോജി മോഡൽ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വെച്ചിട്ട് ഇത് ഒന്ന് കയറി ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് താഴേക്ക്
പോകേണ്ടതായിരുന്നു എന്നാണ് അങ്ങനെയായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. അതാണ് അതിൻ്റെ റീസൺ എന്നുള്ളതാണ് നമ്മളിനി നോക്കേണ്ടത്. അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ എന്നൊക്കെയുള്ളു. പൊതുവേ ബാങ്ക് നിഫ്റ്റിയൊക്കെ എന്തായിരുന്നു, ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ 3-ാം തീയതി അവസാനം നല്ല രീതിയിൽ കയറിയിട്ടുള്ള ഒരു ഏരിയ ആണിത് അല്ലേ. നല്ല രീതിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ പകുതിയിലേക്കെങ്കിലും ഈ സാധനം തിരിച്ചു വരേണ്ടതാണ്. പക്ഷേ ഇവിടെ പിന്നെ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ കുറച്ചെങ്കിലും അവിടെ കയറി വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാം ഈ ഒരു ഏരിയയിലേക്ക്. ഓക്കെ, പക്ഷെ അതൊന്നും അത് വീണ്ടും താഴേക്ക് അന്നേരം തന്നെ പോയി. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊന്ന് സംഭവിച്ചത് കൊണ്ടായിരിക്കാം പിന്നത് യെസ് ബാങ്കിൽ അത് നടക്കാതെ പോയത്. ശരിയല്ലേ? അതായത് ഇത്രയും കയറി വന്നപ്പോൾ നേരെ ഇതിൻ്റെ പകുതിയിൽ വരേണ്ടതാണ്, പകുതിയിലേക്ക് വരേണ്ടതാണ്. പക്ഷെ പകുതിക്ക് മുമ്പായിട്ട് നമ്മൾ പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ ഒരു ഏരിയയൊക്കെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് അത് വന്നിട്ടുള്ളതായിട്ട് നമ്മുടെ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ വിക്കാണ് അവിടം വരെ വന്നിട്ട് പെട്ടെന്ന് താഴേക്ക് പോകുമായിരുന്നു. ചിലപ്പോൾ ഈ ഒരു റീസൺ കൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. റീസൺ കൊണ്ടായിരിക്കാം യെസ് ബാങ്കിന് മുകളിലേക്ക് കയറാൻ പറ്റാതെ. കാരണം ഇവിടെ നിന്ന് താഴേക്കല്ലേ പോയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യെസ് ബാങ്കിനും എന്ത് പറ്റി, അന്ന് മുകളിലേക്ക് ഒത്തിരി കയറാൻ പറ്റാതെ പോയത് ഈ ഒരു റീസൺ കൊണ്ടായിരിക്കാമെന്ന് കരുതുന്നു. അതേപോലെ ബാങ്ക് നിഫ്റ്റി എന്തായിരുന്നു, പിന്നീട് ഒരു കൺസോളിഡേഷൻ രീതിയിലേക്ക് പോകുന്ന രീതിയായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും ആ ഒരു പ്രസൻസ് നടക്കും. പിന്നെ അവസാനത്തെ ക്യാൻഡിൽസ് മാത്രമാണ് മുകളിലേക്ക് ഇപ്പോൾ കയറി വന്നേക്കുന്നത്. ഈ പോക്ക് വീണ്ടും ഈ ഒരു ഏരിയയിലേക്ക് ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ പോയേക്കാം എന്നാണ് ഞാനും കരുതുന്നത്. കാരണം ഇത് കവർ ചെയ്യാൻ എപ്പോഴെങ്കിലും ഒന്ന് വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ടച്ച് ചെയ്ത് പോയേക്കാമെന്നാണ് ഞാൻ 5-ാം തീയതിത്തെ ക്യാൻഡിൽ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് നിങ്ങളുടെ ഒരു പോയിൻ്റ് എന്താണ് എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.